ദുരിതം പിടിച്ച യാത്രാവാഹനമായിട്ടാണ് ഒരു കാലത്ത് KSRTC അഥവാ ആനവണ്ടിയെ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ പിൽക്കാലത്ത് കുറച്ച് നല്ല വണ്ടികൾ വന്നു, കുറച്ച് നല്ല പെരുമാറ്റങ്ങൾ വന്നു. ഈ അടുത്ത കാലത്തായി KSRTC ജീവനക്കാരുടെ പെരുമാറ്റം കുറച്ച് നന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൃത്യമായി ശമ്പളം കിട്ടാത്തത് കൊണ്ടും മര്യാദയ്ക്ക് പെൻഷൻ കിട്ടാത്തത് കൊണ്ടും അവർ നന്നായതാണെന്നാണ്. മുമ്പ് ഇതൊക്കെ കൃത്യമായി കിട്ടിയിരുന്ന സമയത്ത് സ്റ്റോപ്പുകളിൽ ബസ് നിർത്തില്ല, കയറാൻ നിൽക്കുന്നവരും ഓടിക്കുക, ഇതൊക്കെ അവർക്കൊരു ശീലമായിരുന്നു. എന്നാൽ ക്രമേണ വലിയ വലിയ മാറ്റങ്ങൾ വന്നു. നല്ല നല്ല ബസ്സുകൾ, മരത്തടി സീറ്റിന്റെ സ്ഥാനത്ത് നല്ല കുഷൻ സീറ്റുകൾ, സഫാരി സീറ്റുകൾ വന്നു. ഏതായാലും KURTC എന്ന ഒരു ലോ ഫ്ലോർ ബസ് സംവിധാനം കൂടി വന്നപ്പോൾ നമ്മുടെ KSRTC ഏകദേശമൊക്കെ സ്മാർട്ട് സർവീസായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും ട്രാവൽ കാർഡുകളുടെ അടക്കം, അതായത് ടൂറിസ്റ്റുകൾ ഏറ്റവും അധികം സഞ്ചരിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ ട്രാവൽ കാർഡുകൾ, അതുപോലെ മറ്റ് ഡെബിറ്റ് കാർഡുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ഇനി അതുമല്ലെങ്കിൽ UPI പേയ്മെന്റ്, ഇപ്പോൾ ഡിജിറ്റൽ ഇന്ത്യയാണ്, UPI പേയ്മെന്റുകൾ, അതുപോലെ ക്യാഷ്ലെസ് ആയിട്ട് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനങ്ങളൊന്നും നിലവിലില്ലായിരുന്നു. എന്നാൽ അതിനൊക്കെ ഉള്ള ഒരു പരിഹാരമായിട്ടാണ് ഈ ജനുവരി 15 മുതൽ KSRTC രംഗത്ത് വരുന്നത്. പറയുന്നത് ഏകദേശം മൊബൈൽ ഫോണിന്റെ വലിപ്പമുള്ള ഒരു ടിക്കറ്റ് പ്രിന്റിംഗ് മെഷീൻ വരുന്നുണ്ട് എന്നാണ്. നല്ല കാര്യമാണ്, കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ എളുപ്പമായിരിക്കും. ഇപ്പോൾ എല്ലാം ഡിജിറ്റലാണ്. ഒരു കാലത്ത് നരേന്ദ്രമോദി ഇവിടെ ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം കൊണ്ടുവന്നപ്പോൾ കറൻസി ട്രാൻസാക്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കച്ചവടം ദുരന്തമാകും എന്നൊക്കെ പറഞ്ഞവരുണ്ട്. എന്നാൽ അത്തരക്കാരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന വിധമാണ് ഇന്ന് പണം കൈമാറ്റപ്പെടുന്നത് ഓരോ കച്ചവട മേഖലയിലും. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിജിറ്റൽ ട്രാൻസാക്ഷൻ ലാഭമാണ്. നേരത്തെയുള്ള ഗതിയിൽ 210 രൂപ വിലയുള്ള ഒരു സാധനം വാങ്ങി ഒരാൾ 500 രൂപ കൊടുത്താൽ 300 രൂപ തിരിച്ചു കൊടുക്കേണ്ട ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ 210 രൂപ തന്നെ ഗൂഗിൾ പേ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ UPI പേയ്മെന്റ് ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ കാർഡ് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിലൂടെ കച്ചവടക്കാർക്ക് മുഴുവൻ പണവും കിട്ടുന്നു. അതായത് ലാഭം കുറയാതെ കിട്ടുന്നു എന്ന് മനസ്സിലാക്കാം. അതായത് നഷ്ടം വരുന്നില്ല. അതാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷന്റെ ഗുണം. മാത്രമല്ല KSRTCയിലുള്ള നിലവിലുള്ള ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ചില്ലറ കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ടിക്കറ്റ് എടുത്ത ശേഷം ബാക്കി പിന്നെ തരാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്രക്കാർക്ക് എത്തേണ്ട സ്ഥലം എത്തുമ്പോൾ ഇറങ്ങിപ്പോവുക, മറന്നുപോവുക, പിന്നെ അത് സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഉണ്ടാകുക, ചില്ലറ ഇല്ലാതിരിക്കുക, അങ്ങനെ കലഹങ്ങൾ ഉണ്ടാകുക, ഇങ്ങനെ 100 പ്രശ്നങ്ങൾ ഓരോ ദിവസവും KSRTCയിൽ ഉണ്ടായി വരുന്നുണ്ട്. അത്തരം പ്രശ്നങ്ങൾക്കും എല്ലാം ഒരു പരിഹാരമാണ് ഇപ്പോൾ ഈ ട്രാവൽ കാർഡ് അടക്കം എല്ലാം എടുക്കുന്ന മെഷീൻ എന്ന് പറയുന്നത്. അതിൽ കണ്ടക്ടർമാർക്ക് ഒന്നുകൂടി സൗകര്യം ഉണ്ടാകുന്ന വിധത്തിൽ യാത്ര ചെയ്യേണ്ട സ്ഥലത്തിന്റെ പേര് പറഞ്ഞു കൊടുത്താൽ മതി, നമ്പർ കോഡ് അടിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സ്ഥലത്തിന്റെ കോഡാണ് അടിച്ചു കൊടുക്കുന്നത്. ആ സ്ഥാനത്ത് സ്റ്റേജ് അടിച്ചു കൊടുക്കേണ്ട സ്ഥാനത്ത് സ്ഥലനാമം പറഞ്ഞു കൊടുത്താൽ മതി, ടിക്കറ്റ് വന്നുകൊള്ളും എന്നൊരവസ്ഥ വരുന്നുണ്ട്. ഇത്തരത്തിലെല്ലാം സ്മാർട്ട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനവും സ്മാർട്ടാവും. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, KSEBയിൽ ഇത് നേരത്തെ നടപ്പിലാക്കാൻ കേന്ദ്രം തയ്യാറായി. പക്ഷെ കേരളം ആ ഭാഗത്ത് തിരിഞ്ഞു നോക്കുന്നില്ല. അതായത് കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും ഒരു പദ്ധതി കൊണ്ടുവന്നാൽ ആ പദ്ധതികൾ നമുക്ക് വേണ്ട. അത് എത്ര നല്ല പദ്ധതികളായാലും അത് എടുക്കരുത്, അത് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കരുത്, അവർ ഉപയോഗിക്കരുത്, അതുകൊണ്ട് രക്ഷപ്പെടരുത്. യഥാർത്ഥത്തിൽ KSEBയിലെ സ്മാർട്ട് മീറ്റർ വന്നിട്ടുണ്ടെങ്കിൽ നിരക്ക് ഏകീകരണം നടക്കും. എന്തുകൊണ്ടാണ് കൊണ്ടുവരാത്തതെന്നറിയോ? ഇവിടെ കൊള്ള നടക്കൂല. കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബില്ല് എത്രയാണ് വാങ്ങുന്നത്, എത്രയാണ് ടാക്സ് വാങ്ങുന്നത്, എങ്ങനെയാണ് ഡ്യൂട്ടി, എന്താണ് പിന്നെ സെസ്, എന്താണ് ഡെയിലി സെസ്, എന്താണ് ആഴ്ച സെസ്, ഇതൊക്കെ കേന്ദ്രം അറിയും. ബന്ധപ്പെട്ട അതോറിറ്റികളൊക്കെ തിരിച്ചറിയും. തോന്നുമ്പടി കൂട്ടാൻ പറ്റൂല. ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നിരക്ക് ഏകീകരിക്കാനും അല്ലെങ്കിൽ നിരക്ക് തീരുമാനിക്കാനും കേന്ദ്രം ഏറ്റെടുത്തുകൊണ്ട് ഒരു പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ സാമ്പത്തിക ഭാരം കുറയ്ക്കാനും ഒരു പക്ഷേ കഴിഞ്ഞു വരും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി KSEB എന്ന സ്ഥാപനം മര്യാദയ്ക്ക് നടത്തേണ്ടി വരും. അങ്ങനെ ഞങ്ങൾ മര്യാദയ്ക്ക് നടത്തൂല, അങ്ങനെ മര്യാദയ്ക്ക് നടത്തേണ്ടി വരുന്ന സാഹചര്യം ഒരുക്കാൻ ഞങ്ങൾക്ക് സ്മാർട്ട് മീറ്റർ വേണ്ട എന്ന നിലപാടെടുത്ത സ്ഥാനത്താണ് ഇപ്പോൾ KSRTC ഇത്തരത്തിൽ നല്ലൊരു സംവിധാനം നടപ്പിലാക്കുന്നത്. ഇതൊരു നല്ല കാര്യമാണ്. എന്നോ വരണം. ലോകത്തെല്ലായിടത്തും മിക്കയിടങ്ങളിലും എല്ലാം ട്രാവൽ കാർഡുകളുണ്ട്. വലിയ തുക കൊടുത്താണ് ഈ ട്രാവൽ കാർഡ് സ്വന്തമാക്കുന്നത്. സ്വാഭാവികമായും ആ കാർഡ് എല്ലാ സ്ഥലത്തും ഉപയോഗിക്കാൻ പറ്റണം, പർച്ചേസ് ചെയ്യാൻ പറ്റണം, പെട്രോൾ പമ്പ് യൂസ് ചെയ്യാൻ പറ്റണം. ബജറ്റ് എക്സ്പെൻസ് ടൂറിസം ഇന്ന് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരികയാണ്. അത് ചെറിയ പൈസയ്ക്ക് ഇന്ന് ആൾക്കാർ ലോകത്ത് പോകുന്നു, എല്ലായിടത്തും പോകാൻ സാധിക്കും. അങ്ങനെ വരുന്നവർ ഇവിടെ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കും. അത്തരത്തിൽ പൊതുഗതാഗത സംവിധാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ KSRTCയിലെ യാത്രാ രംഗത്ത് ഒരു വിപ്ലവം ഉണ്ടാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം യാത്രക്കാരും അതുപോലെ ജീവനക്കാരും തമ്മിലുള്ള കസപിശ, അടിപിടി അത് ഒഴിവാകും എന്നത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ആകെ ഭയക്കാനുള്ളത്, പേടിക്കാനുള്ളത് സോഫ്റ്റ്വെയർ സിസ്റ്റമാണ്. നമ്മുടെ കേരളത്തിന്റെ സർക്കാർ ഉണ്ടാക്കുന്ന ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റവും മര്യാദയ്ക്ക് പോയിട്ടില്ല. നിസ്സാരം ഒരു ആപ്ലിക്കേഷൻ ഫോം പോലും മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മുടെ സർക്കാരിനോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് അറിയില്ല. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് നടപ്പിൽ വന്നൊരു സംവിധാനമാണ് കേരളത്തിലെ റേഷൻ കാർഡ് ഉടമകളെ മുതിർന്ന സ്ത്രീയാക്കിയത്, കുടുംബത്തിലെ മുതിർന്ന സ്ത്രീയാക്കിയ ഒരു സംഭവം. എന്തിനായിരുന്നു എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഭൂലോക മണ്ടത്തരമായിരുന്നു എന്ന് ഞാൻ പറയും. അന്ന് അങ്ങനെ ഒരു തീരുമാനം നടപ്പിലാക്കിയപ്പോൾ ഈ കാർഡ് ഉടമയുമായി
കാർഡിലെ മറ്റു അംഗങ്ങൾക്കുള്ള ബന്ധം രേഖപ്പെടുത്തേണ്ട ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് എന്നൊരു കോളം ഉണ്ടായിരുന്നു. അത് യാതൊരു അപാകതയുമില്ല. ആ റേഷൻ കാർഡിന്റെ ഉടമയായിട്ടുള്ള ആ യുവതി അല്ലെങ്കിൽ സ്ത്രീ, ആ സ്ത്രീയുടെ ഭർത്താവ്, ആ ഭർത്താവിന്റെ സഹോദരി ഒരുപക്ഷെ ആ വീട്ടിലുണ്ടാകാം, അവർ ആ റേഷൻ കാർഡിൽ ഉണ്ടാകാം, അവരുടെ ഭർത്താവ് ഒരുപക്ഷെ ആ റേഷൻ കാർഡിൽ ഉണ്ടാകാം. അപ്പോൾ ഭർത്താവിന്റെ സഹോദരിയുടെ ഭർത്താവ് എന്നൊരു കോളം ആവശ്യമുണ്ട് ബന്ധം സൂചിപ്പിക്കാൻ. എന്നാൽ അതിന് തൊട്ട് താഴെ ഉണ്ടായിരുന്നത് ഭർത്താവിന്റെ സഹോദരിയുടെ ഭാര്യ എന്നാണ്. അപ്പൊ ഭർത്താവിന്റെ സഹോദരിക്ക് കൂടി ഭാര്യ ഉണ്ടാക്കി കൊടുത്ത തീരുമാനമാണ് ഇവിടെ. അതുപോലെ തന്നെ 2 ഭാര്യമാരുള്ളവരുണ്ട്. അതിൽ ആദ്യ ഭാര്യയിൽ കുട്ടികളില്ലാത്തവരുണ്ട്. അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ഭാര്യ എന്തായിട്ട് രേഖപ്പെടുത്തണമെന്നോ ആ കുട്ടികളെ ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിൽ രേഖപ്പെടുത്തണമെന്നോ യാതൊരു അന്തവും കുന്തവും ഇല്ലായിരുന്നു ഒന്ന്. അത് ഒരു ആപ്ലിക്കേഷൻ ഫോമിന്റെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ശരിക്കും സോഫ്റ്റ്വെയറിൽ തന്നെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ചെയ്തത് ഇന്ന് KCBയിലാണ്. നോർമൽ കേസിൽ ഒരു ബില്ല് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ കൺസ്യൂമർ നമ്പർ അടിച്ചു കൊടുക്കണം, 10-11 അക്കണ്ടത്. അത് പോരാഞ്ഞിട്ട് അതിന്റെ താഴെ ബിൽ നമ്പറും അടിച്ചു കൊടുക്കണം. എന്തിനാണ് അത്തരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരു ബിൽ നമ്പർ ഉണ്ടെങ്കിൽ ആ ബിൽ നമ്പർ ആ കൺസ്യൂമർ നമ്പറിലേ ഉള്ളൂ, അല്ലെങ്കിൽ ആ കൺസ്യൂമർ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അതിൽ ആ സമയത്തെ ലേറ്റസ്റ്റ് ബില്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു പക്ഷേ നേരത്തെയുള്ള ബില്ലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത തുക കാണും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബില്ല് നമുക്ക് കാണാൻ യാതൊരു പ്രയാസമല്ല. ഒന്നിലധികം ബില്ലുകൾ ഉണ്ടെങ്കിൽ ഒന്നിലധികം ബില്ലുകൾ കാണിച്ചെടുത്താൽ മതി. ഏത് ബില്ല് അടയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബില്ല് അടയ്ക്കാനുള്ള സംവിധാനത്ത് വന്നാൽ പോരെ. അത് സിമ്പിൾ ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിന്റെ സ്ഥാനത്ത് എത്രത്തോളം കോംപ്ലിക്കേഷൻ ആക്കാൻ പറ്റും എന്നാണ് നോക്കുന്നത്. ഇവിടെ KSRTCയിൽ ഇത്തരത്തിൽ ടിക്കറ്റ് പ്രിന്റിംഗ് മെഷീൻ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇതൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ അതിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അതിനെ കുളമാക്കാൻ മതി, അല്ലെങ്കിൽ ഈസി ആയിട്ട് അത് ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് കുറെ കോംപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ നമ്മുടെ കേരളത്തിലെ ബുദ്ധിവിചക്ഷണന്മാർക്കുള്ള ഒരു കുഴപ്പം, അവരുടെ വൈജ്ഞാനിക ബോധം എവിടെയൊക്കെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുമോ, അവർക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെ സോഫ്റ്റ്വെയറിലും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോമിലും ഒക്കെ രേഖപ്പെടുത്തി വെക്കാൻ പറ്റുമോ അതിനൊക്കെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം അതൊക്കെ ചെയ്യുന്നതാണ് ഏതൊരു വലിയ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് KSRTC നടപ്പിലാക്കാൻ പോകുന്ന ഈ ടിക്കറ്റ് മെഷീൻ, പ്രിന്റിംഗ് മെഷീൻ, അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം അത് വളരെ നല്ല അഭിപ്രായമാണ്. എന്നോ വരേണ്ടതാണ് ഇത്തരത്തിൽ സ്മാർട്ട് മെഷീൻ എന്നത്. വൈകിയാണെങ്കിലും വന്നതിൽ വളരെ സന്തോഷം. പക്ഷെ അതിനെ മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി. ഇല്ലെങ്കിൽ അതിനെയും നമുക്ക് പൊങ്കാലയിടേണ്ടി വരും. അതുപോലെ കുറച്ച് ക്വാളിറ്റിയുള്ള, കുറച്ച് ഗുണമുള്ള 10 രൂപ കൊടുത്തുകൊണ്ടുള്ളൊരു മെഷീൻ വാങ്ങണം. ഈ AI ക്യാമറ വാങ്ങിയതുപോലെ 30,000 രൂപ സാധനം 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങുന്ന ഒരു അവസ്ഥ ആകരുത്. കമ്മീഷനൊക്കെ വാങ്ങിക്കോളി, കുറച്ചൊക്കെ വാങ്ങിക്കോളി. എന്നാലും കൊള്ളാവുന്ന കുറച്ച് മെഷീൻ വാങ്ങിയാൽ നമുക്ക് സ്ഥിരമായി ഇത് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ഈ കൊട്ടയിലേക്ക് മാറ്റിയിട്ട പഴയ മെഷീൻ തന്നെ നമുക്ക് എടുത്ത് വെക്കേണ്ട ഒരു സാഹചര്യം വരും. ഞാനിത് പറയുന്നത് നിലവിൽ കുറേ ബസ്സുകൾ വാങ്ങിയിട്ടുണ്ട്. ആ ബസ്സുകളൊക്കെ സർവീസ് നടത്തി അവസാനം കട്ടപ്പുറത്താണ്. പുതിയ ബസ്സുകൾ വാങ്ങാനുള്ള പണവും ഇല്ല. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ പറയുന്നില്ല. ആ ഒരു അവസ്ഥയിൽ കുറെ മെഷീൻ വാങ്ങി വെച്ചിട്ട് അത് കേടുവരുന്ന രീതിയിൽ അത് മൂലക്കിട്ടിട്ട് പഴയതുമില്ല പുതിയതുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിക്കരുത്.